ഹായ് പറഞ്ഞു എല്ലാവരോടും. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ഫാമിലി ആയിട്ടാണ്. ആലപ്പുഴ ജില്ലയിൽ ബീച്ചിൻ്റെ അടുത്താണ്. ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വിജയ് ബീച്ച് പാർക്ക് എன்ற ഒരു പാർക്കുണ്ട്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള പണ്ട് കാലം മുതലുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് അസീമിനെയും കൊണ്ടൊന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വെറും 10 രൂപയും മുതിർന്നവർക്ക് വെറും 20 രൂപയാണ് ഇവിടുത്തെ ഒരു എൻട്രി ഫീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നടക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. മുതിർന്നവർക്കും വന്നു കഴിഞ്ഞാൽ നടക്കാനും മരച്ചോട്ടിലൊക്കെ ഇരിക്കാനും പുൽത്തടിയിലൊക്കെ ഇരിക്കാനും പറ്റിയ നല്ല ഒരു സ്പേസാണ്. അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ ഇതിനകത്തോട്ട്. നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ അത്ര തോന്നില്ല, പക്ഷേ അത്യാവശ്യം നടക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മളെടുത്ത ആ ഒരു ടിക്കറ്റിനകത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള റൈഡ്സൊക്കെയാണ് കേട്ടോ. ഈ ഊഞ്ഞാലും മറ്റു കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് അവർ ഈ ടിക്കറ്റിനകത്തിൽ ഉള്ളതാണ്. പിന്നെ അഡീഷണൽ പൈസ കൊടുത്ത് നമുക്ക് കയറാൻ പറ്റുന്ന കുട്ടികൾക്കുള്ള റൈഡ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ ബാക്കി കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പാർക്കിൽ കൂടെ അകത്തോട്ട് വരുമ്പോഴത്തേനും ഒരു ബോട്ടിങ്ങൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ബോട്ടിംഗ് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറേ റൈഡ്സ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. മാത്രമല്ല 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റാത്ത കുറച്ച് റൈഡ്സ്. അപ്പോൾ ഇതിലൊക്കെ 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റത്തില്ല, കാരണം കുട്ടികൾ തെറിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ കാണും. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ആ ടിക്കറ്റ് എടുത്ത ശേഷം ഇവിടെ ഒരു ഗെയിമിംഗ് വേൾഡുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഗെയിമിങ്ങിനൊന്നും കയറുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഗെയിമിങ്ങും സംഭവമൊക്കെ ഇതിനകത്തിലുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ ചെറിയൊരു ബോട്ടിംഗ് സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടോയ് കാറുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്ന റൈഡ്, ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ 4 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയറ്റത്തില്ല. നമ്മുടെ കുട്ടി 4 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് അവരോട് പറയണം. കാരണം അപകടം പിടിച്ചൊരു സംഭവമാണ്. ഇതൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ കുട്ടികൾ ചിലപ്പം വീഴാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അസീമിന് 50 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു കാർ റൈഡ്. വെറും 50 രൂപയ്ക്കാണ്. അപ്പോൾ അസീമിന് ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. അപ്പോൾ ഇത് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ 2-3 തവണ അതിനകത്തിട്ട് ഇങ്ങനെ വട്ടം കറക്കി ഓടിപ്പിക്കും. പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, കാരണം കുട്ടികളുടെ കയ്യിൽ മാത്രമല്ല അവരുടെ കയ്യിൽ റിമോട്ടുണ്ട്, അതിൻ്റെ ഒരു കൺട്രോൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് സേഫായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാറാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് പാർക്കിനകത്തെ ഒരു കാഴ്ചകളെന്ന് പറയുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് ബീച്ചും കണ്ട് പാർക്കിലും കയറി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. പിന്നെ നട്ടുച്ചയ്ക്കൊന്നും വന്ന് വെയിൽ കൊള്ളലെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇട സൈഡിലാണ് വണ്ടി ഇട്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ബീച്ചിലോട്ട് ഇറങ്ങുന്ന ഒരു എൻട്രി. രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ ബീച്ചിലോട്ട് വന്നപ്പോഴത്തേനും അത്യാവശ്യം തിരക്കായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇത്രയും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, വെയിലൊക്കെ അങ്ങോട്ട് മാറി ഒരു 5 മണിയൊക്കെ സമയമായപ്പോഴത്തേനും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ അങ്ങോട്ട് വരാൻ തുടങ്ങി. പിന്നെ ഈ കടകളൊക്കെ കുറേ കടകളുണ്ട്, എല്ലാം ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സന്ധ്യ സമയം, ഒരു സൺസെറ്റ് പിന്നെ അങ്ങോട്ടുള്ള ഒരു സമയത്താണ് ഈ കടകളും എല്ലാം നല്ല ആക്റ്റീവ് ആവുന്നത്. ഞങ്ങൾ ഐസ്ക്രീമും കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ലൈവ് മത്തിയാണ് കേട്ടോ. മത്തി അല്ലെങ്കിൽ ചാള, നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്നറിയത്തില്ല. അപ്പോൾ ഇവിടെ ലൈവായിട്ട് അവർ എന്താ പറയുക ഫ്രഷ് സാധനം വിൽക്കുന്നുണ്ട്. കിലോയ്ക്ക് 50 രൂപയാണ്. ഇപ്പം 2024 നവംബറിൽ കിലോയ്ക്ക് 50 രൂപയാണ്. ഓരോ മാസവും പല വിലയാണ്, അറിയാമല്ലോ. അപ്പോൾ എന്തായാലും കുറേ നേരം ഇവിടെ ഇരിക്കണം. കുറേ നേരം ഇരുന്നിട്ട് തിരിച്ചു വന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ ചെല്ലണം, അതാണ് പ്ലാൻ. കുറേ കുസൃതി കുരുന്നുകൾ വന്നിട്ട് വെള്ളത്തിലൊക്കെ കിടന്ന് താർക്കുവാണ് കേട്ടോ. അപ്പോൾ അസീമിനെ ഒന്ന് ഇറക്കണമെന്നുണ്ട്. എന്തായാലും അവൻ്റെ ദേഹത്ത് വെള്ളമൊക്കെ തെറിപ്പിക്കും, പക്ഷേ തല നനപ്പിക്കുന്നില്ല, കാരണം പനി പിടിച്ച പണിയാവും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സൺഡേ. എന്തായാലും ബീച്ചും പാർക്കും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പിയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുള്ള സ്ഥലമെന്നറിയാം. വരാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക. നട്ടുച്ചയ്ക്ക് വരാതെ ഒരു 3:30 ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.